ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 25,100 മുകളിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. മാർക്കറ്റ് 25,000 മുകളിൽ കംഫർട്ടബിളി നിൽക്കുന്നുണ്ട്. അപ്പോൾ 25,000 മുകളിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഏരിയ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ 25,240 വരെയുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലഗ്ഗിഷായിട്ട് അതൊരു നമ്മുടെ 25,000 ബ്രേക്ക് ചെയ്താലും ഈ ഒരു ഏരിയ കൂടെ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ ഫ്രീ ഫ്ലോ, ആ ഒരു ചാർട്ടിൻ്റെ ഒരു ഫ്രീ ഫ്ലോ വരാനുള്ളൊരു ഏരിയയാണ് 25,240 എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു 24,500 ടു 25,000 എന്നുള്ളൊരു ലെവൽ. അതിപ്പോൾ തിരിച്ച് വീണ്ടും മാറിയിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പോൾ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ 24,800, 24,920, 25,000 ഓർ 25,100 എന്നങ്ങനെ ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലോട്ട് 25,240, അതിന് മേളിലോട്ട് 25,350 റേഞ്ചസ്, ഇല്ലെങ്കിൽ 400, 440 ലെവൽസ് അവിടെ ഉണ്ട്. സോ ഇത്രയും ലെവൽസ് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രീവിയസ്ലി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ലെവൽസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു മാർക്കറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷാണ്. അതുപോലെ തന്നെ US മാർക്കറ്റിലും നല്ല ബുള്ളിഷ്നെസ് ഉണ്ട്. ഒരു പെർസെൻറ്റേജിന് മേളിൽ US മാർക്കറ്റ്, നാസ്ഡാക്കും S&P 500 ഒക്കെ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മളും ബുള്ളിഷാണ്. ഒരുപാട് സ്റ്റോക്സ് ബുള്ളിഷാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇൻട്രാഡേക്ക് പറ്റുന്ന സ്റ്റോക്കാണ്. റെയിൽവേ സെക്ടർ സ്റ്റോക്സ്, അങ്ങനെ ബാങ്കിങ് സെക്ടർ സ്റ്റോക്സ്. അതിൽ HDFC ബാങ്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കിയുള്ള ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. റിലയൻസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിലയൻസ് ആണ് നമ്മുടെ ഏറ്റവും നല്ലൊരു പെർഫോമർ എന്ന് പറയുന്നത് ഫോർ ഇൻട്രാഡേ. അപ്പോൾ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡേ ട്രേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ലെവൽസ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റോക്സ് കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അടുത്തൊരു സെറ്റ് ഓഫ് സ്വിങ് സ്റ്റോക്സ് ഞാൻ ഇടുന്നുണ്ട്. ലിങ്ക്ഡിനകത്ത് ഞാനത് ഇടുന്നുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ചാനലിലും നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിനകത്തും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ കീനായിട്ട് വാച്ച് ചെയ്യുക. കഴിഞ്ഞ സ്റ്റോക്സിൽ ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. 1-2 പെർഫോം ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ട്രൈഡൻ്റ് ഒരു 10-13% കയറിയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങുന്നില്ല. വീണ്ടും ഒരു 4% താഴോട്ട് പോയി ഒരു 7-8% പ്രോഫിറ്റിൽ നിന്നിട്ട് ഇതുവരെ അതിന് മേളിലേക്ക് കയറി പോകുന്നില്ല. സോ അതിൻ്റെ ലെവൽസ് അങ്ങനെ കുറച്ച് സ്റ്റോക്സ് ഉണ്ട് നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ. അത് ആക്റ്റീവ്ലി നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. സോ ട്രേഡിങ്ങിൻ്റെ ലെവൽസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വിങ്ങിൽ അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് നിൽപ്പുണ്ട്. അടുത്ത സെറ്റ് ഓഫ് സ്റ്റോക്സ് ഇടേണ്ട സമയമായി. 24,800 മേളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോക്ക് പുതിയ അനാലിസിസ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉടനെ തന്നെ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കത് ഗോ ത്രൂ ചെയ്യാമെന്നുള്ളതാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. വേറൊന്നുമില്ല. അപ്പോൾ ലൈവ് മാർക്കറ്റിനകത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ട്രേഡ് സേഫ്, ഇൻവെസ്റ്റ് സേഫ്. ഓക്കെ, ടേക്ക് കെയർ.